നമസ്കാരം. 80 ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ കണ്ണുവെക്കുന്ന സംസ്ഥാനം 48 ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയാണ്. ഏറെക്കാലം കോൺഗ്രസും അതിനുശേഷം NCPയും പുലർത്തിയിരുന്ന അപ്രമാദിത്വത്തെ ഇളക്കി മറിച്ചു വന്ന ശിവസേന BJP കൂട്ടുകെട്ട് മഹാരാഷ്ട്രയിൽ നേട്ടം കൊയ്തു തുടങ്ങിയത് വേഗത്തിൽ തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് ശിവസേന BJPയുടെ കൈവിട്ടതോടുകൂടി മറാത്ത മണ്ണിലെ ഹൈന്ദവ രാഷ്ട്രീയം അവസാനിച്ചു എന്നാണ് പലരും കരുതിയിരുന്നത്. പിന്നീട് ഏറെക്കാലം മറാത്ത മണ്ണ് കണ്ടത് BJPയുടെ നിശബ്ദത തന്നെയായിരുന്നു. പക്ഷെ അധികം വൈകാതെ നമ്മൾ അറിഞ്ഞു ആ നിശബ്ദത മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയായിരുന്നു എന്ന്. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയുമായി സഖ്യമുണ്ടാക്കി BJP നേടിയത് വലിയ വിജയം തന്നെയായിരുന്നു. 23 സീറ്റിൽ BJP വിജയിച്ചപ്പോൾ 18 സീറ്റുകളാണ് ശിവസേനയ്ക്ക് ലഭിച്ചത്. NDAയുടെ മറ്റൊരു സഖ്യകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ഒരു സീറ്റ് നേടി. അങ്ങനെ മുഴുവൻ 42 സീറ്റുകൾ മറാത്ത മണ്ണിൽ നേടിയെടുക്കാൻ NDAക്ക് സാധിച്ചിരുന്നു. അതേസമയം മറാത്ത മണ്ണിന്റെ പവർ ഹൗസ് ആയിരുന്ന ശരത് പവാർ അദ്ദേഹത്തിന്റെ പാർട്ടി വെറും 4 സീറ്റിലേക്കാണ് ഒതുങ്ങിപ്പോയത്. അന്നത്തെ ആ വിജയം അപ്രതീക്ഷിതമായിരുന്നു. അല്ലെങ്കിൽ ഇത് ഒരിക്കലും ഇനി ആവർത്തിക്കാൻ BJPക്ക് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ ഇടത്താണ് എതിരാളികളെ കീറി മുറിച്ച് ചെറു കഷ്ണങ്ങളാക്കി തകർത്തെറിഞ്ഞുകൊണ്ട് ഇക്കുറി BJP മത്സരത്തിന് ഇറങ്ങുന്നത്. മഹാരാഷ്ട്രയിൽ ഒരു വലിയ വിജയം നേടുക എന്നുള്ളതല്ല ഇപ്പോൾ BJPയുടെ ലക്ഷ്യം. മറിച്ച് മറാത്ത മണ്ണിൽ ഇനി BJP എന്ന പാർട്ടി മാത്രം മതി എന്നതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ പുറത്തു വന്ന ചില സർവേകൾ പ്രകാരം BJPക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 24 സീറ്റുകളും സഖ്യകക്ഷിയായ ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 13 സീറ്റുകളും ലഭിക്കും. ഇനി അജിത് പവാറിന്റെ NCP ആവട്ടെ 5 സീറ്റ് നേടും. പതിവ് പോലെ RPI റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അവരുടെ ഒരു സീറ്റ് നിലനിർത്തുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഫലം ഇക്കുറി ആവർത്തിക്കുകയാണ് എങ്കിൽ ശരത് പവാറിന്റെ NCPയും അതിനോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും അതോടുകൂടി തീരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഷിൻഡെയുടെ ശിവസേനയ്ക്കാവട്ടെ വിലപേശൽ ശക്തി അല്പം കുറയുകയും ചെയ്യും. ഇത് തന്നെയാണ് BJP ലക്ഷ്യം വെക്കുന്നതും. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഷിൻഡെയും രാജ് താക്കറെയും ചേർന്ന് പുതിയൊരു ശിവസേന രൂപീകരിക്കാനുള്ള സാധ്യത തന്നെയുണ്ട്. ഇതിൽ ഉദ്ധവ് താക്കറെ രക്ഷാധികാരിയായി എത്തുന്ന കാലം അത്ര വിദൂരവുമല്ല. പിന്നെ പോരാടാൻ നായകന്മാരാരുമില്ലാത്ത കോൺഗ്രസ് ആണ് മറുപക്ഷത്തുള്ളത്. അതും ഈ തെരഞ്ഞെടുപ്പോടുകൂടി കട്ടപ്പുറത്താവും എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. UPക്ക് പിന്നാലെ മഹാരാഷ്ട്രയിലും സർവാധിപത്യം നേടുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നിലവിൽ BJP നടന്നെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.